അടിമാലിയിൽ കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ. വീടിന് മുകളിലേക്ക് മണ്ണു പതിച്ചു. മണ്ണിനടിയിൽപ്പെട്ടയാളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി. മച്ചിപ്ലാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതേസമയം ആലപ്പുഴയിൽ കനത്ത മഴയിൽ ദേശീയപാതയോരത്തെ വീടുകളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. എറണാകുളം, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ലാൽകൃഷ്ണൻ അടിമാലിയിൽ നിന്നും, അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്നും, ഒപ്പം കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി മേഘന മുരളി തിരുവനന്തപുരത്തു നിന്നും ചേരും. ലാൽ, ഈ മണ്ണിനടിയിൽപ്പെട്ടയാൾ, ആ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അതിനടിയിൽപ്പെട്ടയാളുടെ ആരോഗ്യനില എങ്ങനെ? ആ വീട്ടിൽ ഒരാൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? കൂടുതൽ അപകടങ്ങൾ ഇല്ലല്ലോ അവിടെ, അല്ലേ? വിജയകുമാർ, ചൂരക്കട്ടൻകുടിയിൽ മാങ്കോയിൽ രാഹുൽ എന്ന് പറയുന്ന യുവാവാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുലിന്റെ കുടുംബത്തിലുണ്ടായിരുന്നവരെല്ലാം മറ്റൊരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ബന്ധു വീടുകളിൽ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് പറയാം. ഈ രാഹുലിന്റെ വീടിന്റെ പിൻഭാഗത്താണ് വലിയ രീതിയിലുള്ള മൺതിട്ട ഇടിഞ്ഞു വീണത്. ഈ വലിയ ശബ്ദം കേട്ട് അത് എത്തി നോക്കുന്ന സമയത്ത് രാഹുലിന്റെ മേത്തേക്ക് മണ്ണ് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. അഗ്നിരക്ഷാസേനയും മറ്റും അവിടെ എത്തുന്ന സമയത്ത് ഏകദേശം അരഭാഗത്തോളം ശരീരത്തിന്റെ പകുതി ഭാഗത്തോളം മണ്ണിൽ പൂഴ്ന്ന നിലയിൽ രാഹുൽ ഇരിക്കുകയായിരുന്നു. വീണ്ടും ചെളിയും മണ്ണും കട്ടയും മാറ്റിയാണ് രാഹുലിനെ അഗ്നിരക്ഷാസേന പുറത്തെത്തിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. രാഹുലിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. പക്ഷേ പ്രദേശത്ത് ഇപ്പോഴും മഴ നന്നായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴയാണ്. അടിമാലി മേഖലയിൽ വൈകിട്ട് 3 മണിക്ക് തുടങ്ങിയതാണ് മഴ. ഇപ്പോഴും തോർന്നു എന്ന് പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടിമാലിയിലെ പ്രധാനപ്പെട്ട പുഴയായ ദേവിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഈസ്റ്റേൺ കമ്പനിയുടെ പുറകുവശത്തടക്കമുള്ള വീടുകളിൽ നേരിയ തോതിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾക്ക് ആശങ്കയുണ്ട്. മഴ മാറി നിന്നാൽ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ മഴ പൂർണ്ണമായി തോർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പലരും മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടവും ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. പലയിടത്തും മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്നുണ്ട് എന്ന വിവരം സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അത് ചെറുതല്ലാത്ത ആശങ്കയും ഇപ്പോഴുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളാണ് അടിമാലിയിൽ നിന്ന് ലാൽകൃഷ്ണൻ പങ്കുവയ്ക്കുന്നത്. അവിടെ ആ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആ വീട്ടിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ വീട്ടിലെ മറ്റ് അംഗങ്ങളൊക്കെ ബന്ധുവീടുകളിലേക്കൊക്കെ പോയിരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. അതുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അയാൾ ആശുപത്രിയിലാണ് ഇപ്പോൾ. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, അവിടെ ഈ കനത്ത മഴയെ തുടർന്ന് ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചില മേഖലകളിൽ വീടുകളിൽ വെള്ളം കയറി വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നം? അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടോ അവിടെ? വിജയകുമാർ, ഇതുവരെ യാതൊരു നടപടിയും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറയുന്നത്. ഇവിടെ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പ്രദേശമാണ്. അവിടെ മാളികമുക്ക് അടക്കമുള്ള പ്രദേശങ്ങളിൽ ഓട നിർമ്മാണത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. വെള്ളം ഒഴുകിപ്പോകാനുള്ള യാതൊരു സംവിധാനവും അവിടെ സജ്ജീകരിച്ചിട്ടില്ല. അതിന്റെ ഒഴുകിപ്പോകാനുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് മൂടിയിട്ടത് കൊണ്ട് തന്നെ ഈ ഭാഗം വെള്ളം നിറഞ്ഞ് വീടുകളിലേക്കും സമീപത്തെ കടകളിലേക്കും ഒക്കെ കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ 4 മണി മുതൽ തുടങ്ങി 7 മണി വരെ തുടർച്ചയായി പെയ്ത ശക്തമായ മഴയായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഈ മഴയിൽ നിറഞ്ഞ് വെള്ളം വീടുകളിലേക്കും കടകളിലേക്കും കയറിയിട്ടുണ്ട്. ഇപ്പോഴും അത് ഇറങ്ങിയിട്ടില്ല. പഞ്ചായത്ത് മെമ്പറേയും ഒപ്പം ഇവിടുത്തെ ജില്ലാ കളക്ടറിലെ ഓഫീസർമാരെയും എല്ലാം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും ഇതുവരെയും അവരുടെ വീടുകളിൽ നിന്ന് വെള്ളം ഇറക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ ഉള്ള യാതൊരു ഇടപെടലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന പരാതി ജനങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോഴും അവർ വീടുകൾക്ക് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വാർഡ് മെമ്പറെ അടക്കം വിളിച്ചെങ്കിൽ അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നേ ഇല്ല എന്ന പരാതിയാണ് അവർ പറയുന്നത്. ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇനി രാത്രി കൂടി മഴ പെയ്താൽ അതീവ ദുഷ്കരമാകും ഇവരുടെ താമസം, രാത്രിയിലെ ജീവിതം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇപ്പോഴും വീടുകളിൽ വെള്ളം തുടരുകയാണ്. മഴ രാത്രി വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. അത് രാത്രി ശക്തമാകുമോ എന്ന ആശങ്കയാണ് ഈ മാളികമുക്കിലെ ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിജയകുമാർ, ആലപ്പുഴ മാളികമുക്കിലെ ആ മേഖലയിലാണ് ജനങ്ങൾ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന. വീടുകളിലേക്ക് വെള്ളം കയറി. മഴ അല്പം തോർന്നിട്ടുണ്ട്. പക്ഷേ രാത്രി വീണ്ടും മഴ പെയ്താൽ ആ മേഖലയിലെ ജനങ്ങൾ അവരുടെ ജീവിതം കുറെ കൂടി സങ്കീർണമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.